മലവയൽ വയനാട് BJP ജില്ലാ പ്രസിഡന്റാണ് പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, പ്രധാനമന്ത്രി വന്നതും പ്രധാനമന്ത്രി മനുഷ്യരെ ചേർത്തു പിടിച്ചതുമെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴുമുണ്ട്. തീർച്ചയായും അത് ആദരിക്കപ്പെടേണ്ടതും അഭിനന്ദിക്കപ്പെടേണ്ടതുമാണ്. ഉത്തരവാദിത്വപ്പെട്ട ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ കൊടുത്ത ആത്മവിശ്വാസം ചെറുതല്ല. കുഞ്ഞുങ്ങളോടൊപ്പമൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് പ്രധാനമന്ത്രി ഈ ദുരന്തത്തെ നേരിടാനുള്ള കരുത്തും ആത്മവിശ്വാസവും കൊടുത്തു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നത്, അതിതീവ്ര ദുരന്തമായി ഈ ദുരന്തത്തെ പ്രഖ്യാപിക്കാൻ നോക്കൂ. ഇന്ന് തീയതി 15 17 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. കേന്ദ്ര സംഘം ഇവിടെ എത്തി. രാജീവ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പഠനം നടത്തി തിരിച്ചുപോയിട്ടും ഈ അതിതീവ്ര ദുരന്തമായിട്ട് ഇത് പ്രഖ്യാപിക്കുന്നതിന് എന്താണ് തടസ്സമെന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുന്നത് കേരളത്തോട് ആവശ്യപ്പെട്ട മെമ്മോറാണ്ടം കൊടുത്തോ എന്നാണ്. ആ മെമ്മോറാണ്ടം പക്ഷേ ധനസഹായവുമായി ബന്ധപ്പെട്ടാണ്. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കും എന്നൊരു പ്രതീക്ഷ പ്രശാന്തിന് ഇപ്പോഴും ഉണ്ടോ? അല്ല, ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. ഒന്നാമത്തെ നിങ്ങളുടെ ചോദ്യം അതിതീവ്ര ദുരന്തമായിട്ട് ഇതിൽ നിന്നുകൊണ്ടാണ് പ്രഖ്യാപിക്കാൻ വൈകുന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇത് രണ്ടാമത്തെ ദിവസം മുതൽ ഇത് മാധ്യമങ്ങളും വിശിഷ്യ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ പാർട്ടിയുടെ ആളുകളൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാദമാണ്. ഇത് പ്രകൃതി അല്ലെങ്കിൽ ദേശീയ ദുരന്തം എന്നുള്ള ഒരു പോയിന്റ് അവിടെ മാറ്റിവെച്ചാൽ, അല്ലെങ്കിൽ അത് എഴുതി ചേർക്കുന്ന ഒരു വേർഡുകൾ മാറ്റിവെച്ചാൽ, അല്ലെങ്കിൽ സ്ക്രോളിങ്ങിന്റെ അടിയിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു വലിയ ഹെഡിങ്ങിൽ പിറ്റേ ദിവസത്തെ പത്രത്തിൽ വരുന്നത് ഒഴിച്ചാൽ, ഇതിനെ ആരാണ് ചെറുതായിട്ട് കണ്ടിട്ടുള്ളത്? രാജ്യം ഭരിക്കുന്ന പാർട്ടി ആ മണിക്കൂറുകൾക്കുള്ളിൽ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ ഒരു ദേശീയ ദുരന്തത്തിന്റെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ്. ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ദുരന്തമായിട്ട് തന്നെയാണ് ഇതിനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാ സേനയും, നാവികസേനയും ആർമിയും അതുപോലെ തന്നെ വ്യോമസേനയും ഒരുമിച്ച് അവിടെ നിന്ന് ഇവിടെ വന്ന് രക്ഷാപ്രവർത്തനം മുതലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള സംവിധാനം നമ്മളാരും മറന്നു പോകരുത്. അതുകൊണ്ട് ഇതൊരു ദേശീയ ദുരന്തം എന്നുള്ള വാക്ക് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ ആവർത്തിക്കുന്നതിൽ അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കോമ്പൻസേഷൻ ആയാലും മറ്റെല്ലാ സംവിധാനങ്ങളുമായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിക്കടിയുള്ള മോണിറ്ററിംഗ് എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ്. ഈ ദുരന്തത്തിനെ അത്ര ചെറുതായിട്ട് കണ്ടതുകൊണ്ടല്ല, ദുരന്തം വലുതായതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഇവിടെ വന്നതും മണിക്കൂറുകളോളം ദുരന്ത മേഖലയിൽ ചെലവഴിച്ചതും. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട എല്ലാ കാര്യങ്ങളിലും മണിക്കൂറുകൾ ചെലവഴിച്ച് മീറ്റിംഗ് നടത്തി അതിന്റെ കാര്യങ്ങൾ എല്ലാവരെയും ബോധ്യപ്പെടുത്തി നിങ്ങൾ ഒരു നിമിഷം പോലും കളയാതെ നിങ്ങൾ അതിനുള്ള സംവിധാനങ്ങൾ, അതായത് ഇത് ഏത് തരത്തിൽ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, അത് വളരെ പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി പോയിട്ടുള്ളത്. എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഇവർ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണമായിട്ട് ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ആദ്യമായി സുരേഷ് ഗോപിയാണ് ഈ വിഷയത്തിൽ കേരള സർക്കാർ എന്തു ചെയ്തു എന്ന് ചോദിച്ചത്. കേരള സർക്കാർ ആ മെമ്മോറാണ്ടം തയ്യാറാക്കുകയാണ്. താങ്കൾക്കറിയാമല്ലോ, ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കുന്നതിനൊരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ ഇതിൻ്റെ സൂക്ഷ്മതലത്തിലുള്ള കണക്കുകൾ വരെ എടുത്തു മാത്രമേ നേരത്തെ ടി സിദ്ദിഖ് പറഞ്ഞതുപോലെ എത്രയാണ് നഷ്ടം വന്നത് എന്നത് പറയാൻ സാധിക്കൂ. കാരണം കേന്ദ്രം റിജക്ട് ചെയ്യാത്ത രീതിയിലുള്ളൊരു മെമ്മോറാണ്ടം ആയിരിക്കണമല്ലോ. ആ മെമ്മോറാണ്ടം ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു 4-5 ദിവസത്തിനുള്ളിൽ മെമ്മോറാണ്ടം തയ്യാറാവും. അതൊന്നും ഒരു വലിയ കാലതാമസമല്ല. പക്ഷേ ഞാൻ ചോദിച്ചത്, കേന്ദ്ര സംഘം ഇവിടെ എത്തി ഒരു പഠനം നടത്തി തിരിച്ചുപോയല്ലോ രാജീവ് കുമാറിൻ്റെ നേതൃത്വത്തിൽ. അതൊന്നും പിന്നീട് നമ്മൾ കണ്ടില്ല. അത് എന്തുകൊണ്ട് കാണാതെ പോയി എന്നൊരു ചോദ്യമാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. മാത്രമല്ല, രാജ്യസഭയിൽ ഈ വാണിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്രമെടുത്ത നിലപാട് വലിയ വിവാദമാവുകയും ചെയ്തു. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അതൊന്നും വലിയ ചർച്ചയാക്കേണ്ടെന്ന് കരുതി നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഘട്ടത്തിൽ. പക്ഷേ ഇത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് വരേണ്ടിയിരുന്നോ എന്നൊരു ചോദ്യം സ്വാഭാവികമല്ലേ? നിങ്ങൾ ചർച്ചയാക്കുന്നില്ല. രാജ്യത്ത് എന്ത് നടന്നാലും ചർച്ചയാക്കുന്ന മാധ്യമ പ്രവർത്തകരല്ലേ നിങ്ങളെ സംബന്ധിച്ച്. നമ്മളങ്ങനെ വില കുറച്ച് കാണേണ്ട കാര്യമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ചർച്ചയാക്കാത്തത്? അത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ എന്തിനാണ് ഒളിച്ചു വെക്കുന്നത്? ജനങ്ങൾ ഒരു കാര്യവും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. താങ്കൾ മനസ്സിലാക്കുമല്ലോ, രാജ്യസഭയിൽ അമിത്ഷാ നൽകിയ പ്രസ്താവനയിൽ 3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അതെ ആ ചോദ്യത്തിന് മറുപടിയാണ്. ആ മറുപടി പിന്നീട് മുഖ്യമന്ത്രി ഖണ്ഡിച്ചു. അതിന് പിന്നീട് മറുപടി വന്നില്ല. അതായത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നത് ദുരന്തം കഴിഞ്ഞിട്ടാണ്. അല്ല പ്രശാന്ത്, അന്ന് ഓറഞ്ച് അലർട്ട് ആയിരുന്നില്ലല്ലോ വയനാട്ടിൽ പ്രഖ്യാപിച്ചിരുന്നത്. ദുരന്തം കഴിഞ്ഞിട്ടല്ലേ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. അത് വസ്തുതയല്ലേ?
എന്റെ പൊന്നു സാറേ, നിങ്ങൾ മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങളോളം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. നിങ്ങൾ ആ ദുരന്ത മേഖലയിൽ പോയിട്ടുള്ള ആളുകളാണ്. അവിടുത്തെ സാധാരണക്കാരോട് നിങ്ങൾ എടുത്തിട്ടുള്ള ചോദ്യങ്ങൾ, നിങ്ങൾ എടുത്തിട്ടുള്ള ബൈറ്റുകളൊക്കെ നിങ്ങൾ നോക്കി നോക്കൂ. നിങ്ങളുടെ ചാനൽ തന്നെ എത്ര തവണ പഞ്ചായത്ത് മെമ്പർ അടക്കം അവിടെയുള്ള പല ആളുകളും മാറ്റാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്? അവിടെ നേരത്തെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു വില്ലേജ്മാൻ പോയിട്ട് അവിടുത്തെ ആദിവാസി കോളനിയിലെ ആളുകളെ പോയി സുരക്ഷിതമായിട്ടുള്ള മേഖലകളിലേക്ക് താമസം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വാണിംഗ് എന്തായിരുന്നു പ്രശാന്ത്? കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വാണിംഗ് എന്തായിരുന്നു പ്രശാന്ത്? ഓറഞ്ച് അലർട്ട് ആയിരുന്നില്ലല്ലോ. എന്തായിരുന്നു? നോക്കൂ, ഈ മേഖലകളിൽ കുറെ കാലങ്ങളായിട്ട് ഈ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. നിരന്തരം തുടർച്ചയായിട്ട് മഴ പെയ്യുന്ന ഒരു സ്ഥലത്ത് അവിടെ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കണം എന്നുള്ളത് ഈ വാണിങ്ങിന്റെ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറയുന്നത് ഇത് ഇവിടുത്തെ സ്വാഭാവിക ഒരു പ്രതിഭാസം അല്ല. നിരന്തരമായി മണിക്കൂറുകളോളം തുടർച്ചയായിട്ട് പെയ്തിരിക്കുന്ന ഒരു മഴ, അത് നമ്മുടെ എല്ലാവരും, വയനാട്ടിലുള്ള എല്ലാ ജനങ്ങളും ആശങ്കപ്പെട്ടിരുന്നു. ദൈവമേ, ഇത് എന്തെങ്കിലും സംഭവിക്കുമോ, എന്തോ അതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അന്ന് 572 മില്ലിമീറ്റർ മഴ 48 മണിക്കൂറിൽ പെയ്യും എന്ന സൂചന നൽകിയിരുന്നോ? ഇല്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് ശരിയല്ലേ? തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് അമിത്ഷാജി വാദത്തിന് മറുപടിയായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ. പക്ഷേ ആ രേഖ തെറ്റായിരുന്നില്ലേ പ്രശാന്ത്? പ്രശാന്തിന് തന്നെ അറിയാമല്ലോ എപ്പോഴാണ് ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടും വരുന്നത്. എങ്ങനെയാണ് നമ്മൾ ഖണ്ഡിക്കുന്നത്? തെറ്റായിരുന്നു എന്നുള്ളത് എങ്ങനെയാണ് ഖണ്ഡിക്കുന്നത്? ആ അലർട്ട് തലേ ദിവസം ഉണ്ടായിരുന്നില്ല. ദുരന്തം കഴിഞ്ഞിട്ടാണ് അവിടെ അലർട്ട് വരുന്നത്. ഞാൻ അതിന്റെ കോപ്പി വേണം നിങ്ങൾക്ക് അയച്ചു തരാം. തീർച്ചയായും ഞങ്ങൾ ആ കോപ്പി പരിശോധിച്ചു. അത് ഞാനത് ചർച്ചയ്ക്ക് വേണ്ടി വെച്ചത്. ഞാൻ പറഞ്ഞു, ഇത്തരം തെറ്റായ ഇൻഫർമേഷൻ കൂടി ഒരു ഭാഗത്ത് വരുമ്പോഴാണ് ഇതിനകത്ത് ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നത് എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. പ്രശാന്ത്, ആ ഘട്ടത്തിൽ നിങ്ങളുടെയോ പ്രാദേശികമായിട്ടുള്ള BJP നേതാക്കളുടെയോ ഒന്നും പ്രയത്നങ്ങളെ കുറച്ച് കാണാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ നിലയിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുകൊണ്ട്. ഞാൻ ഡോക്ടർ CP രാജേന്ദ്രനിലേക്കും മറ്റതിഥികളിലേക്കും വളരെ വേഗം എത്താം. അതിനു മുമ്പ്